നമഃ പാർവതീശം ഭജേ ഹര ഹര മഹാദേവ. ശ്രീജാനകീതന്ദസ്മരണൈ ജയ ജയ രാമ രാമ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. സരസ്വതീ നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖ വന്ദേ വാത്മീകി കോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു യതിസ്വരൂപം പ്രണൗമി തുഞ്ചത്തരുമാര്യപാദം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിവതാം വരിഷ്ഠം. വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ഹരേ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. സമ്പാദി വാക്യം എന്ന് കർക്കിടകവാവാണ്. എല്ലാവർക്കും ഹരിവും. അപ്പോൾ മഹേന്ദ്രാചലേന്ദ്ര ഗുഹാന്തരാൽ ഗൃദ്ധം പുറത്തു പതുക്കെ പുറപ്പെട്ട് വൃദ്ധനായുള്ളൊരു ഗൃദ്ധ
പ്രവരനും പൃഥ്വധരപ്രവരോത്തുംഗരൂപനായി ദൃഷ്ട്വാ പരക്കിടക്കും കവികളെ തുഷ്ട്യാ പറഞ്ഞിതു ഗൃദ്ധകുലാധിപൻ. പക്ഷമില്ലാതോരെനിക്കു ദൈവം ബഹുഭക്ഷണം തന്നതു ഭാഗ്യമല്ലോ ബലാൽ. മുമ്പിൽ മുമ്പിൽ പ്രാണഹാനി വരുന്നത് സംവേദി കൊണ്ടു ഭക്ഷിക്കാമനുദിനം. വൃദ്ധവാക്യം കേട്ടു മർക്കടഊഹം പരിശ്രദ്ധനായി അന്യോന്യമാശു ചൊല്ലിടിനാൻ. അദ്രീന്ദ്രതുല്യനായോരു ഗൃദ്ധാധിപൻ സത്വരം കൊത്തി വിഴുങ്ങുമെല്ലാരെയും നിഷ്ഫലം നാം മരിച്ചിടുമാറായതു കൽപ്പിതമാർക്കും തടുക്കരുതേതുമേ. നമ്മാലൊരു കാര്യവും കൃതമായില കർമ്മദോഷങ്ങൾ പറയാവത് എന്തഹോ. രാമകാര്യത്തെയും സാധിച്ചതില്ല നാം, സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ. വ്യർത്ഥം ഇവനാൽ മരിക്കുന്നത് വന്നതും എത്രയും പാപികളാക തന്നെ വയം. നിർമ്മലനായ ധർമാത്മാജടായുധൻ നന്മയോർത്തോളം പറയാവതല്ലോ. വർണ്ണിപ്പതിനു പണിയുണ്ടവനുടെ പുണ്യമോർത്താൽ മറ്റൊരുത്തർക്കു കിട്ടുമോ. ശ്രീരാമകാര്യാർത്ഥമാശു മരിച്ചവൻ ചേരുമാറായതു രാമപാദാംബുജേ. പക്ഷി എന്നാകിലും മോക്ഷം ലഭിച്ചതു പക്ഷീന്ദ്രവാഹനാനുഗ്രഹം വിസ്മയം. വാനരഭാഷിതം കേട്ടു സമ്പാദിയും മനസാനന്ദം കലർന്നു ചോദിച്ചതു കർണപീയൂഷ സമാനമാം വാക്കുകൾ ചൊന്നതാരിന്നു ജടായുവിന്നിങ്ങനെ. നിങ്ങളാരെന്ത് പറയുന്നിതന്യോന്യമിങ്ങു വരുവൻ ഭക്ഷ്യപ്പെടാൻ ഭയപ്പെടായി കേതുമേ. ഉംബർക്കോൻ പൗത്രന് മമ്പോടത് കേട്ട് സമ്പാദിതന്നുടെ മുമ്പിലമ്മാറു ചെന്നംഭോജലോചനൻ തൻ പാദപങ്കജം സംഭാവ്യ സമ്മോദമുൾക്കൊണ്ടു ചൊല്ലിനാൻ. സൂര്യകുലജാതനായ ദശരഥനാര്യപുത്രൻ മഹാവിഷ്ണുനാരായണൻ പുഷ്കരനേത്രനാം രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും നിജലക്ഷ്മിയാം ജാനകിയോടും തപസ്സിനാൽ പൊക്കിതോ കാനനം താതാജ്ഞയാ പുരാ. കട്ടുകൊണ്ടിടിനാൻ തൽക്കാലമെത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ ലക്ഷ്മണനും കമലേക്ഷണനും വരിഞ്ഞക്ഷോണിപുത്രി മുറയിട്ടതു കേട്ട് തൽക്ഷണം ചെന്നു തടഞ്ഞു യുദ്ധം ചെയ്താൻ. അക്ഷണദാചരനോട് ജടായുവും പക്ഷിപ്രവരനതിനാൽ വലഞ്ഞോരു രക്ഷോവരൻ നിജചന്ദ്രഹാസം കൊണ്ടു പക്ഷവും വെട്ടി അറുത്താനതു നേരം പക്ഷീന്ദ്രനും പതിച്ചാൻ ധരണീതലേ. ഭർത്താവിനെ കണ്ട് വൃത്താന്തമൊക്കവേ സത്യം പറഞ്ഞൊഴിഞ്ഞെന്നുമേ നിന്നുടെ മൃത്യുവരായികെന്നനുഗ്രഹിച്ചാൻ ധരാപുത്രിയും. തൽപ്രസാദേന പക്ഷീന്ദ്രനും രാമനെ കണ്ടു വൃത്താന്തമറിയിച്ചു രാമസായുജ്യം ലഭിച്ചിതു ഭാഗ്യവാൻ.
അർക്കകുലോദ്ഭവനാകിയ രാമനു മർക്കട ജനോടഗ്നിസാക്ഷിയാം വണ്ണം സഖ്യവും ചെയ്തുടൻ കൊന്നിതു ബാലിയെ. സുഗ്രീവനായിക്കൊണ്ടു രാജ്യവും നൽകിനാൻ വാനരാധീശ്വരനായ സുഗ്രീവനം ജാനകിയെ തിരിഞ്ഞാശു കണ്ടിടുവാൻ ദിക്കുകൾ നാലിലും പോകുന്നയച്ചിതു ലക്ഷം കവിവരന്മാരെ ഓരോ ദിശി. ദക്ഷിണ ദിക്കിനു പോന്നിതു ഞങ്ങളും രക്ഷോവരനെയും കണ്ടതില്ലെങ്ങുമേ. 30 നാളിനകത്തു ചെന്നിടായിൽ അപ്പോൾ അവരെ വധിക്കും കപിവരൻ. പാതാളമുൾപ്പൊക്കുവാസരം പോയതും ഏതുമറിഞ്ഞീര ഞങ്ങളതുകൊണ്ടു ദർഭ വിരിച്ചു കിടന്നു മറിപ്പതിനിപ്പോൾ ഭവാനെയും കണ്ടുകിട്ടി ബലാൽ. ഏതാനുമുണ്ടറിഞ്ഞിട്ടു നീയെങ്കിലോ സീതാവിശേഷം പറഞ്ഞു തരേണമേ. ഞങ്ങളുടെ പരമാർത്ഥ വൃത്താന്തങ്ങൾ ഇങ്ങനെയുള്ളോന്നു നീ അറിഞ്ഞിടടോ. താരേയ വാക്കുകൾ കേട്ടു സമ്പാദിയും ആരൂഢ മോദം അവനോടു ചൊല്ലിനാൻ. ഇഷ്ടനാം ഭ്രാതാവെനിക്കു ജടായു ഞാനൊട്ടു ഒരു നാളുണ്ടവനോട് പിരിഞ്ഞതും. ഇന്നനേകായിരം വത്സരം കൂടി ഞാൻ എന്നുടെ സോദരൻ വാർത്ത കേട്ടിടിനേൻ. എന്നുടെ സോദരനായി പുരതക്രിയയ്ക്കെന്നെ എടുത്തു ജലാന്തികെ കൊണ്ടുപോയി. നിങ്ങൾ ചെയ്യിപ്പിനുതകാ കർമാദികൾ നിങ്ങൾക്കു വാക്സഹായം ചെയ്വനാശു ഞാൻ. അപ്പോൾ അവനെ എടുത്തു കവികളും അഭ്യതീരത്ത് വെച്ചിടിനാനാദരാൽ തൽസരിയിലെ കുളിച്ചഞ്ജലിയും നൽകി വത്സനാം ഭ്രാതാവിനായിക്കൊണ്ട് സാദരം സംസ്ഥാനദേശത്തിരുത്തിനാർ. പിന്നെയും ഉത്തമന്മാരായ വാനരസഞ്ചയം സ്വസ്ഥനായി സമ്പാദി ജാനകി തന്നുടെ വൃത്താന്തമെന്തമാശു പറഞ്ഞു തുടങ്ങിനാൻ. തുങ്കമായിടും ത്രികുടാചലോപതി ലങ്കാപുരിയുണ്ടു മധ്യേ സമുദ്രമായി. തത്ര മഹാശോകകാനനെ ജാനകി നക്തഞ്ജരി ജനമധ്യേ വസിക്കുന്നു. ദൂരമൊരു 100 യോജനയുണ്ടതു നേരെ നമുക്ക് കാണാം. സ്നിഗ്ധനാകയാൽ സാമർഥ്യമാർക്കതു ലംഘിപ്പ ഇതേ എന്നവൻ ഭൂമി തനുജയെ കണ്ടുവരും ധ്രുവം. സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലണമേതൊരു ജാതിയും പക്ഷവും ഇല്ലമേ. യത്നേന നിങ്ങൾ കടക്കണമാശു പോയി രത്നാകരം പിന്നെ വന്നു. രഘുത്തമൻ രാവണൻ തന്നെയും നിഗ്രഹിക്കും ക്ഷണാലേവമതിൽ നിന്നു വഴിയുന്നു നിർണയം. രത്നാകരം ശതയോജനാ വിസ്തൃതം യത്നേന ചാടിക്കടന്നു ലങ്കാപുരം പുക്കു വൈദേഹിയെ കണ്ട് പറഞ്ഞുടനിക്കര ചാടിക്കടന്നു വരുന്നതും തമ്മിൽ നിരൂപിക്കനാം എന്നു ഒരുമിച്ചു നാം തമ്മിൽ അന്യോന്യം പറഞ്ഞു തുടങ്ങിനാർ. സമ്പാദി തന്നുടെ പൂർവവൃത്താന്തങ്ങൾ അമ്പോട് വാനരന്മാരോട് ചൊല്ലിനാൻ. ഞാനും ജടായുവാം ഭ്രാതാവുമായി പുരാമാനേന ദർപ്പിതമാനസമന്മാരുമായി വേഗബലങ്ങൾ പരീക്ഷിപ്പതിനെ അതിവേഗം പറഞ്ഞിതു മേൽപോട്ടു ഞങ്ങളും. മാർത്താണ്ഡമണ്ഡല പര്യന്തമുൽപ്പതിഞ്ചാർത്തരായി വന്നോ ദിനകര രശ്മിയാൽ. തൽക്ഷണേ
തീയും പിടിച്ചതിന്നനുജനു പക്ഷപുടങ്ങളിൽ. അപ്പോൾ അവനെ ഞാൻ രക്ഷിപ്പതിനുടൻ പിന്നിലാക്കിയിടിനേൻ. പക്ഷം കരിഞ്ഞു ഞാൻ വീണിതു ഭൂമിയിൽ, പക്ഷദ്വയത്തോട് വീണാൻ അനുജനും. പക്ഷികൾക്ക് ആശ്രയം പക്ഷമല്ലോ നിജം വിന്ധ്യാചലേന്ദ്രശിരസി വീണിടിനേ. അന്ധനായി 3 ദിനം കിടന്നിടിനേൻ. പ്രാണശേഷത്താൽ ഉണർന്നൊരു നേരത്തു കാണായിതു ചിറകും കരിഞ്ഞങ്ങനെ. ദിഗ്ഭ്രമം പൂണ്ടു ദേശങ്ങളറിയാൻ വിഭ്രാന്തമാനസനായി ഉഴന്നങ്ങനെ ചൊന്നേ. നിശാകര താപസൻ തന്നെ പുണ്യാശ്രമത്തിനും പുണ്യഭാഗോദയാൽ പൺകണ്ടു മഹാമുനി ചൊല്ലിനാൻ എന്നോട് പണ്ടു കണ്ടുള്ളോരറിവു നിമിത്തമായി. എന്തു സമ്പാദേ വിരൂപനായി വന്നതിലെന്തു മൂലം ഇതാരാലകപ്പെട്ടതും. എത്രയും ശക്തനായോരു നിനക്കിന്ന് ദിഗ്ധമാവാൻ എന്തു പക്ഷം പറകനി എന്നത് കേട്ടു ഞാൻ എന്നോട് വൃത്താന്തം ഒന്നൊഴിയാതെ മുനിയോട് ചൊല്ലിനേൻ. പിന്നെയും കൂപ്പിത്തൊഴുതു ചോദിച്ചിതു നന്നമായി വന്നു ചിറകം ദയാനിധേ. ജീവനത്തെ ധരിക്കേണ്ടുമോ ഉപായമെന്നേവം എന്നോട് ചൊല്ലിത്തരേണമേ എന്നത് കേട്ട് ചിരിച്ചു മഹാമുനി. പിന്നെ ദയാവശനായി അരുളി ചെയ്തു, സത്യമായുള്ളത് ചൊല്ലുന്നതുണ്ടു ഞാൻ. കൃത്യം നിനക്കൊത്തവണ്ണം കുരുഷാനി. ദേഹം നിമിത്തമേ ദുഃഖമറിക നീ. ദേഹമോർക്കിൽ കർമ്മസംഭവം നിർണയം. ദേഹത്തിലുള്ളോരഹം ബുദ്ധി കൈക്കൊണ്ടു മോഹാദഹംകൃതികൾ ചെയ്യുന്നു. മിഥ്യയായുള്ളോരവിദ്യാസം ഉത്ഭവസ്ഥ വസ്തുവായുള്ള അഹങ്കാരമോർക്ക നീ. പിച്ഛായയോടു സംയുക്തയാവത്തതേ തപ്തരായുള്ളോരേയ പിണ്ടവൽ സദാ തേന ദേഹത്തിനു താദാത്മ്യയോഗേന ജ്ഞാതാനൊരു ചേതനായവൻ ഭവിക്കുന്നു. ദേഹോഹം എന്നുള്ള ബുദ്ധി ഉണ്ടായി വരും. ആഹന്ത സൂനമാത്മാവിനുമായയാം. ദേഹോഹമദ്യൈവ കർമ്മകർത്താഹം ഇത്യാഹന്ത സങ്കൽപ്യ സർവദാ ജീവനും. കർമ്മങ്ങൾ മോചിതു ഫലങ്ങളാൽ തജനാൽ ബദ്ധാനായി. സമൂഹമാർന്നു ജനന മരണമാം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ചു ഹംസപദങ്ങൾ മറന്നു ചമയുന്നു. മേൽപോട്ടും ആശു കീഴ്പോട്ടും ഭ്രമിച്ചതി താൽപര്യവാൻ പുണ്യ പാദാത്മക സ്വയം. എത്രയും പുണ്യങ്ങൾ ചെയ്തേൻ വളരെ ഞാൻ. വിത്താനുരൂപേണ യജ്ഞാദാനാദികൾ ദുർഗതി നീക്കി സുഖിച്ചു വസിക്കണം. സ്വർഗം ഗമിച്ചെന്ന് കൽപ്പിച്ചതൊക്കവേ മൃത്യു ഭവിച്ചു സുഖിച്ചു വാഴും വിധോത്തമാന്തം കൊള്ളു വീഴുമധോ ഭവി പുണ്യമൊടുങ്ങിയിലായി. ആലിന്ദുസ്സുന്ദുതൻ മണ്ഡലങ്ങളെ ചെന്നു പതിച്ചു നീഹാരസമേതനായി. ഭൂമോ പതിച്ചു ശല്യാദികളായി ഭവിച്ചാമോദം ഉൾക്കൊണ്ടു വാഴും ചിതേ ചിരതരം. പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും ബലാൽ. എന്നതിലെന്തോന്നു ചേരേതസായി ചമഞ്ഞതു ചെന്നു സന്നിധി യോനിയായി വരും.
യോനി രക്തത്തോട് സംയുക്തമായി വന്നു താനേ ജരായുടായു പരിവേഷിതാവാം ഏകദിനെ കലർന്നു കൽമഷം കലലമാത്മേകി ഭവിച്ചാലതും പിന്നെ മെല്ലവേ പഞ്ചരാത്രം കൊണ്ടു ബുദ്ബുദാകാരമാം പഞ്ചദിനം കൊണ്ട് പിന്നെ യഥാക്രമം മാംസാർദ്ധകാല പിന്നെയും മെല്ലവേ പേശീരുധിര പരിപ്ലുതമായി വരുമാശുസംയാം തസ്യാമങ്കുലോൽപത്തിയും വരും. പിന്നെയൊരു പഞ്ചവിംശതി രാത്രിയിൽ പിന്നെയൊരു 3 മാസസന്ധികൾ അംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടും. അങ്കുലീജാലവും 4 മാസത്തിനാൽ പഞ്ചമാസം കൊണ്ട് ഷഡ്മാസേ പുനഃ കിഞ്ചന പോലും പിഴയാതെ ദേഹിനാം കർണയോ ഛിദ്രം ഭവിക്കേ അതിസ്ഫുടം പിന്നെ മൈദ്രോവസ്ഥ നാഭീപായുക്കളും സപ്തമേ മാസി ഭവിക്കും പുനരുടൻ ഗുപ്തമായൊരു കേശരോമങ്ങൾ അഷ്ടമേ മാസി ഭവിക്കും പുനരഭി പുഷ്ടമായിടും ജഡരസ്ഥലാന്തരേ മാംസപിൻ 9-ാം മാസേ വളരും ദിനം പ്രതി കമ്പം കരചരണാദികൾക്കും വരും. പഞ്ചമേ മാസേ ചൈതന്യവാനായി വരുമഞ്ജസാ ജീവൻ ക്രമേണ ദിനേ ദിനേ നാഭിസ്ഥൂലാപ്സരേന്ദ്രനെ മാതാവിനാൽ സാക്ഷേപമായ ഒരു മുക്തനായി മുക്തരസത്തിനാൽ വർദ്ധതേ ഗർഭമായ പിണ്ഡം മുഹൂർമൃത്യുവരാ നിജകർമ്മബലത്തിനാൽ പൂർവജന്മങ്ങളും കാമങ്ങളും നിജസാർവകാലം നിരൂപിച്ച് ദുഃഖിച്ചു ജാടവരഗ്നി പ്രതപ്നനായി തൽക്കാരണങ്ങൾ പറഞ്ഞു തുടങ്ങിനാൻ. 100,000 ജോനികൾ ജനിച്ചത്ര കർമ്മങ്ങൾ അനുഭവിച്ചേനഹം. പുത്രധാരാർത്ഥബന്ധുക്കൾ സംബന്ധവും എത്ര 100,000 കോടി കഴിഞ്ഞു. നിത്യകുടുംബ ഭരണൈകസക്തനായി വൃത്ത വിത്തിമന്യായം ആർജിച്ചിതന്നുഹം വിഷ്ണുസ്മരണവും ചെയ്തുകൊണ്ടില്ല ഞാൻ. കൃഷ്ണേതി ജപിച്ച് ഈലൊരിക്കലും തൽഫലമില്ല അനുഭവിച്ചിരും. ഇതിപ്പോൾ ഇവിടെ കിടന്നു ഞാനിങ്ങനെ ഗർഭപാത്രത്തിൽ നിന്നെന്ന് ബാഹ്യസ്ഥലേ കൽപ്പോടെനിക്ക് പുറപ്പെട്ടുകൊള്ളാവോ. ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ, സൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ. നാരായണ സ്വാമി തന്നെ ഒഴിഞ്ഞ് മറ്റാരെയും പൂജിക്കയില്ല ഞാനെന്നുമേ. ഇത്യാദി ചിന്തിച്ച ജീവനും ഭക്ത്യാ ഭഗവൽ സ്തുതി തുടങ്ങിനാൻ. 10 മാസം തികയും വിധൗ പൂതലേ ചിത്തതാവേന പിറക്കും. പിറക്കം വിധിവശാൽ സൂതിവാദത്തിൽ ബലത്തിനാൽ ജീവനം ജാതനാം യോനിരന്ധ്രേണ പേപീഡാന്വിതം
ബാല്യമാനോപി മാതാപിതാക്കന്മാരാൽ ബാല്യാദി ദുഃഖങ്ങളെന്തു ചൊല്ലാവരും. യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവവും ഓർത്തോളമേതും പറാസഖേ. നിന്നാൽ അനുഭൂതമായുള്ളതെന്തിന് വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃഥാതലാൽ. ദേഹോഹം എന്നുള്ള ഭാവനയാ മഹാമോഹേന സൗഖ്യ ദുഃഖങ്ങൾ ഉണ്ടാകുന്നു. ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തുർഗോൽഭവ നാശവും ദേഹമൂലം സഖേ. സ്ഥൂല സൂക്ഷ്മാത്മക ദേഹദ്വയാൽപരം മേലെ ഇരിപ്പിതാത്മാപരം കേവലൻ. ദേഹാദികളിൽ മാമത്വമപേക്ഷിച്ചു ദേഹം അകർന്ന ആത്മജ്ഞാനിയായി വാഴ്കനീ ശുദ്ധം സദാ ശാന്തമാത്മാനമവ്യയം ബുദ്ധം പരബ്രഹ്മ. ആനന്ദമദ്വയം സത്യം സനാതനം നിത്യം നിരുപമം തത്വമേതകംബരം നിർഗുണം നിഷ്കളം സച്ചിന്മയം സകലാത്മകൈശ്വരം അച്യുതം സർവജഗന്മയം ശാശ്വതം മായാവിനിർമുക്തം എന്നറിയുന്നേരം മായാവിമോഹം അകലുമെല്ലാവനും. പ്രാരാബ്ധകർമ്മവേഗാനുരൂപം ഭവി പാരമാർത്ഥ്യാത്മന പരുഗീ സഖേ. ഹരേ ഹരേ ഭക്തന്തരേന്ദ്രനെ നിഗ്രഹിച്ചൻപോട് ഭക്തജനത്തിന് മുക്തി വരുത്തുവാൻ ദണ്ഡകാരുണ്യത്തിൽ വാഴും വിധോബലാൽ ചണ്ടനായുള്ള ദശാസ്യനാം രാവണൻ കുണ്ടരീകോത്ഭൂതയാകിയ സീതയെ പണ്ഡിതന്മാരായ രാമസൗമിത്രികൾ വേർപെട്ടിരിക്കുന്ന നേരത്തു വന്നു തന്നാപത്തിനായി കട്ടു കൊണ്ടുപോം മായയാം. ലങ്കയിൽ കൊണ്ടുവച്ചിടും ദശാന്തരെ പങ്കജലോചനയെ തിരിഞ്ഞിടുവാൻ മർക്കട രാജനിയോഗാൽ കവികുലം ദക്ഷിണവാരിധി വീരദേശേ വരും. തത്ര സമാഗമം നിന്നോട് വാനരക്കെത്തുമൊരു നിമിത്തമേന നിസ്സംശയം. എന്നാൽ അവരോട് ചൊല്ലിക്കൊടുക്ക നീ ത്വന്നങ്കി വാഴുന്ന ദേശം ദയാവശാൽ. അപ്പോൾ നിനക്കു പക്ഷങ്ങൾ നവങ്ങളായി ഉദ്ഭവിച്ചിടും, അതിനില്ല സംശയം. എന്നെ പറഞ്ഞ് ബോധിപ്പിച്ചിതെങ്ങനെ മുന്ന നിശാകരനായ മഹാമുനി വന്നുകോ അത് കാൺമിൻ ചിറകുകൾ പുത്തനായി എന്നേ വിചിത്രമേ നന്നത്രയും. ഉത്തമ താപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലൊന്നുമേ. രാമദേവ കഥാമൃത മഹാത്മ്യമാരാലും ഓർത്താലറിയാവതല്ലേതും. രാമനാമാമൃതത്തിനു സമാനനായി മമകേ മാനസേ മറ്റു തോന്നീലഹോ. നല്ലതു മേന്മേൽ വരേണമേ നിങ്ങൾക്ക് കല്യാണരാത്രിയെ കണ്ടുകിട്ടേണമേ. നന്നായി അഭിപ്രയത്നം ചെയ്യിൽ അർണവമിന്നു തന്നെ കടക്കായി വരും നിർണയം. ശ്രീരാമ സ്മൃതി കൊണ്ട് സംസാരവാരാനിധിയെ കടക്കുന്നതേവരും. രാമഭാര്യാലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരാം നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാനേതും ഒരാകുലമുണ്ടാകയില്ല ഒരു ജാതിയും എന്നു പറഞ്ഞു മറഞ്ഞിത് അത്യുന്നതനായ സമ്പാദി വിഹായസ.
ഹരേ. പിന്നെ സമുദ്ര ലംഘന ചിന്ത. പിന്നെ കവിവരന്മാർ കൗതുകത്തോടും അന്യോന്യമാശു പറഞ്ഞു തുടങ്ങിനാൻ. ഉഗ്രം മഹാനക്ര ചക്രഭയങ്കരമഗ്രേ സമുദ്രമാലോക്യ കപുകിലം. എങ്ങനെ നാം ഇതിനെ കടക്കുന്നവാരെങ്ങുമേ എങ്ങും മറുകര കാൺമാനുമില്ലല്ലോ. ആവതല്ലാത്തത് ചിന്തിച്ചു ഖേദിച്ചു ചാപതിനന്താവകാശം കവികളെ. ശക്രതനയൻ അനുജനാമംഗതൻ മർക്കട നായകന്മാരോട് ചൊല്ലിനാൻ. എത്രയും വേഗമലമുള്ള ശൂരന്മാർ, ശക്തിയും വിക്രമവും പാരമുണ്ടല്ലോ നിങ്ങളെല്ലാവർക്കും. എന്നാൽ ഇവരിൽ വെച്ച് ഇങ്ങ് വന്നെന്നോടൊരുത്തൻ പറയണം, ഞാനിതിനാളല്ല എന്നവനല്ലോ നമ്മുടെ പ്രാണനെ രക്ഷിച്ചു കൊള്ളുന്നതും ദൃഢം. സുഗ്രീവരാമ സൗമിത്രികൾക്കും ബഹുവിഗ്രം കളഞ്ഞു രക്ഷിക്കുന്നതും അവൻ. അംഗദനിങ്ങനെ ചൊന്നത് കേട്ടവർ തങ്ങളിൽ നോക്കിനാരേവരും ഒന്നും പറഞ്ഞിലൊരുത്തനും. അംഗദൻ പിന്നെയും വാനരന്മാരോട് ചൊല്ലിനാൻ. ചിത്തെ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേകം. അച്യുതോദ്യോഗപൂർവകം ചാടാമെനിക്കു ദശയോജന വഴി ചാടാം 20 എനിക്കൊരു കവി 30 ചാടാം എനിക്കെന്നവരനും. അപ്പടി 40 എന്നു മറ്റേവനും. 50, 60, 70 എന്നു 80 ചാടാം എനിക്കെന്ന് ഒരുവനും. 90 ചാടുവാൻ ദണ്ഡമില്ലേഖനെ. അർണവമോ 100 യോജനയുണ്ടല്ലോ. ഇക്കണ്ട നമ്മിലാർക്കും കടക്കാളു തല്ലിക്കടൽ മർക്കട വീരരേ നിർണയം. മുന്നം ത്രിവിക്രമൻ 3 ലോകങ്ങളും ഛന്നനായി 3 അടിയായി അളക്കും വിധോ യൗവനകാലേ വരും പറയും പൊട്ടി 7 വട്ടം വലത്തു വെച്ചിടിനാൻ. വാർദ്ധഗ്രസ്തനായേൻ ഈദാനീം ലവണാബ്ദി. നിദാനീം ലവണാബ്ദി കടപ്പാനുമില്ല വേഗം മമ. ഞാൻ 21 വട്ടം പ്രദക്ഷിണം ദാനവാരിക്കു ചെയ്തേൻ. ദശമാത്രയാകാലസ്വരൂപനാമീശ്വരൻ തന്നെ ലീലകളോർത്തോളം അത്ഭുതമെത്രയും. യുദ്ധമാത്മജൻ ചൊന്നത് കേട്ടതിനുത്തരം വൃത്താരിപൗത്രനും ചൊല്ലിനാൻ. അങ്ങോട്ട് ചാടാം എനിക്കെന്ന നിർണയം, ഇങ്ങോട്ട് പോരുവാൻ ദണ്ഡമുണ്ടാകില്ല. സാമർഥ്യമില്ല മറ്റാർക്കും എന്നാകിലും സാമർഥ്യമുണ്ട് ഭവാനിത് എന്നീ. എങ്കിലും ഭൃത്യജനങ്ങളായി അയക്കയില്ലെന്നുമേ ഭൃത്യജനങ്ങളയക്കയില്ലെന്നുമേ ഭൃത്യര്യം പൃഥ്വിലേഖൻ ഉണ്ടാമെന്നതേവരു ആർക്കുമേ ഇല്ല. സാമർഥ്യമനാശനം ദീക്ഷിച്ചു തന്നെ മരിക്കാനല്ലോ വയം. താരേ അനേകം പറഞ്ഞോരനന്തരം സാരസ സംഭവനന്ദനൻ ചൊല്ലിനാൻ. എന്തു ജഗപ്രാണനന്ദനൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ഏതും പറയാതെ കുണ്ഠനായി തന്നെ ഇരുന്നു കളയുകയോ കണ്ടീല നിന്നെ ഒഴിഞ്ഞു മറ്റാരെയും. ദക്ഷാദാക്ഷായണീ ഗർഭ പാത്രസ്ഥനായോരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ. പിന്നെ ബാധാത്മജനാകയും ഉണ്ടവൻ തന്നോട് തുല്യൻ ബലവേഗമാർക്കിലോ. കേസരി ഏക്കൊന്നു താപം കളഞ്ഞൊരു കേസരിയാകിയ വാനരനാഥരും പുത്രനായ അഞ്ജന പെറ്റുളവായൊരു സത്വഗുണ പ്രധാനൻ ഭവാൻ കേവലം. ഗർഭച്യുതനായി അവനിൽ അഞ്ജസാജാതനായി ജാതനായി വീണ നേരം ഭവാൻ 500 യോജന മേൽപോട്ട് ചാടിയതും ഞാൻ അറിഞ്ഞിരിക്കുന്നത് മനസ്സേ. ചണ്ഡകിരണൻ ഉദിച്ചു പൊങ്ങും നേരം മണ്ഡലം തന്നെ
തടുത്തു അതൂടെ കണ്ടു പക്വമെന്നോർത്ത് ഭക്ഷിപ്പാനോ അടുക്കയാൽ ശക്രനുടെ വജ്രമേറ്റു പതിച്ചതും ദുഃഖിച്ചു താ മാരുതൻ നിന്നെയും കൊണ്ടുപോയി പൊക്കിരു പാതാളം. അപ്പോൾ ത്രിമൂർത്തികൾ 30 മുക്കോടി വാനരന്മാർ തമ്മോടും ഉൽപ്പല സംഭവപുത്രൻ വർഗത്തോടും പ്രത്യക്ഷമായി വന്ന് അനുഗ്രഹിച്ചിടാൻ. മൃത്യുവരാ ലോകനാശം വരുമെപ്പോഴും വരുമ്പോഴും കൽപ്പാന്തകാലത്തുമില്ല ഭൂമുനി എന്ന് കൽപ്പിച്ചതെന്നിളക്കം വരാ നിർണയം ആഴ്നായം സാരാർദ്ധമൂർത്തികൾ ചൊല്ലിനാൻ. നാംനാ ഹനുമാനിവനെന്നു സാദരം. വജ്രം ഹനുവിങ്കിലേറ്റു മുറുകിൽ അച്ചരിത്രങ്ങൾ മറന്നിതോ മാനസേ നിൻ കയ്യിലല്ലയോ തന്നതോ രാഘവനങ്കുലീയം. അതും എന്തിനെന്നോർക്ക നീ ത്വൽബലവീര്യവേഗങ്ങൾ വർണ്ണിപ്പതിനി പ്രപഞ്ചത്തിൽ ആർക്കുമെല്ലാമിടോ. ഇത്തം വിധിസുധന്വേർന്ന നേരം വായുപുത്രനുദ്ധായ സത്തരം പ്രീതനായി ബ്രഹ്മാണ്ടമാശു കുലുങ്ങുമാറുന്നവൻ സമ്മതാൽ സിംഹനാദം ചെയ്തരുളിനാൻ. വാമനമൂർത്തിയെ പോലെ വളർന്നവൻ ഭൂമിധരാകാരനായെന്നു ചൊല്ലിനാൻ. ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കിക്ഷണാൽ രാവണനെ കുളത്തോട് മുടുക്കി ഞാൻ ദേവിയെയും കൊണ്ടുപോരുവനിപ്പോഴേ. അല്ലായിലോ ദശകണ്ഠനെ ബന്ധിച്ചുമെല്ലവേ വാമകരത്തിലെടുത്തുരൻ കൂടത്രയത്തോട് ലങ്കാപുരത്തെയും കൂടെ വലത്തു കരത്തിലാക്കിക്കൊണ്ടു രാമാന്തികെ വെച്ചു കൈ തൊഴുതിയിടുവൻ. രാമാങ്കുലീയമൻ കയ്യുരുണ്ടാകയാൽ മാരുതി വാക്കു കേട്ടോരു വിധിസുതൻ ആരുടെ കൗതുകം ചൊല്ലിനാൻ. പിന്നെയും ദേവിയെ കണ്ടു തിരികെ വരിക നീ രാവണനോട് എതിർത്തിയിടുവാൻ. പിന്നെയാം നിഗ്രഹിച്ചിടും ദശാസനെ രാഘവൻ വിക്രമം കാട്ടുവാൻ. അന്നേരമാവല്ലോ പുഷ്കര മാർഗേണ പോകും നിനക്കൊരു വിഘ്നം വരായിക. കല്യാണം ഭവിക്കതേ മാരുതദേവനും ഉണ്ടരികേ തവ ശ്രീരാമകാര്യാർത്ഥമല്ലേയോ പോകുന്നു. ആശീർവചനവും ചെയ്തു കവികുലമാശു പോകുന്നു. വിധിച്ചോരനന്തരം വേഗേന പോയി മഹേന്ദ്രൻ മുകളേറിനാഗരിയെപ്പോലെ നിന്നു വിളങ്ങിനാൻ. യുദ്ധം വരഞ്ഞറിയിച്ചൊരു തത്തയും ബദ്ധമോദത്തോടിരുന്നതിക്കാലമേ. ഇത് അധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ കിഷ്കിന്ധകാണ്ഡം സമാപ്തം. നമസ്തേ. നമ്മൾ സമ്പാദിയുടെ കാര്യമാണ് ഇനിയും പറയാൻ പോകുന്നത്. നമ്മൾ ഇന്നലെ വായിച്ചപ്പം ലക്ഷം കവിവരന്മാരിങ്ങനെ നിരന്ന് ദർഭ വിരിച്ചു കിടന്നു എന്ന് വരെയാണ് നമ്മൾ വായിച്ചത്. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ മഹേന്ദ്ര പർവ്വതത്തിൻ്റെ ഗുഹയ്ക്കുള്ളിൽ നിന്ന് ഒരു കഴുക ശ്രേഷ്ഠൻ ഇങ്ങനെ മഹാപർവ്വതത്തിന് തുല്യം ഉന്നത രൂപത്തോടു കൂടിയവനായി സന്തോഷത്തോടെ നിരന്നു കിടക്കുന്ന വാനരന്മാരെ കണ്ടപ്പോൾ കഴുകന് സന്തോഷമായി. തനിക്ക് ഇത്രയധികം ഭക്ഷണം ദൈവം നൽകിയത് ഭാഗ്യം തന്നെ എന്ന് കഴുകൻ പറയുകയാണ്. അപ്പോൾ കഴുകൻ്റെ വാക്കുകൾ ഇവർ കേട്ടപ്പം പരസ്പരം ഇവർ ഭയങ്കരമായിട്ട് വളരെ ദയനീയമായിട്ട് ഭയന്നിട്ട് പരസ്പരം പറയുകയാണ്, കർമ്മദോഷം എന്നല്ലാതെ എന്താ ചെയ്യുന്നേ? നമ്മൾ ഇത്രയും നേരം തിരഞ്ഞിട്ടൊരു മാസമായി ഈ കഴുകൻ്റെ മുമ്പിൽ വന്ന് കിടക്കാനാണല്ലോ ഭാഗ്യം എന്ന് വാനരന്മാർ പരസ്പരം പറയുകയാണ്. എന്നിട്ട് കൂടെ പറയാണ്, ശ്രീരാമകാര്യത്തിന് വേണ്ടി മരിച്ചത് മൂലം ജടായുവിന്
രാമപദങ്ങളിൽ ചെല്ലാൻ സാധിച്ചു. അപ്പോൾ വെറുമൊരു പക്ഷിയായിരുന്നിട്ട് പോലും ഇപ്രകാരം മോക്ഷം ലഭിച്ചത് മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം മൂലമാണ്. അപ്പം ഇവിടെ ജടായുവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഈ സമ്പാതി എന്ന് പറഞ്ഞാൽ ഗരുഡൻ്റെ പുത്രനാണ്, ജടായുവിൻ്റെ മൂത്ത സഹോദരനാണ്. അപ്പം പെട്ടെന്ന് സഹോദരൻ്റെ വാക്കുകൾ കേട്ടപ്പം വളരെ ആകാംക്ഷയായി. അപ്പോൾ ഉടനെ തന്നെ അമൃതിന് തുല്യമായ വാക്കുകൾ എന്നാണ് പറഞ്ഞു. അപ്പോൾ ജടായുവിന് മോക്ഷം ലഭിച്ചു എന്ന് വാനരന്മാർ പറയുന്നത് കേട്ട് വളരെ സന്തോഷത്തോടു കൂടി സമ്പാതി അവരോട് ചോദിക്കുകയാണ് എന്താണ് വിഷയം എന്ന് പറഞ്ഞു. അപ്പോഴാണ് അംഗദനാണ് വന്ന് വിഷയങ്ങൾ പറയുന്നത്. കഴിഞ്ഞ വിഷയങ്ങളെല്ലാം ഒന്ന് പറയുകയാണ്. ഇതുപോലെ ദശരഥപുത്രനായ രാമൻ ലക്ഷ്മണനും സീതയും വനത്തിൽ വന്നു. അപ്പോൾ രാവണനെ കട്ടുകൊണ്ടുപോയി. ആ സമയത്ത് രാവണൻ്റെ രഥത്തിനെ ഭംഗം വരുത്തുന്നതിന് വേണ്ടി ജടായു എന്ന പക്ഷിശ്രേഷ്ഠൻ തടഞ്ഞതും അവനെ രാവണൻ തൻ്റെ അസ്ത്രം തൻ്റെ വാളെടുത്ത് ജടായുവിൻ്റെ പക്ഷങ്ങൾ അറുത്ത് താഴെ ഇട്ടു. അപ്പം സീതാദേവി രാമനോട് പറഞ്ഞു, തൻ്റെ ഭർത്താവിനെ കണ്ട് മാത്രമേ നിനക്ക് മരണം സംഭവിക്കുള്ളൂ, ഈ വൃത്താന്തങ്ങൾ പറഞ്ഞതിന് ശേഷം മാത്രമേ നിനക്ക് മരണം സംഭവിക്കുള്ളൂ എന്ന് പറഞ്ഞ് അനുഗ്രഹം കൊടുത്തിട്ട് പോന്നു. അങ്ങനെയാണ് അവർ വന്നിട്ട് പിന്നെ ഞങ്ങളെ വന്ന് കാണുന്നു, സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്യുന്നു, ബാലിയെ വധിക്കുന്നു. അതിന് ശേഷം ഞങ്ങളോട് പറഞ്ഞു സീതാന്വേഷണത്തിനായിട്ട് നിങ്ങൾ പോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളിങ്ങനെ പോയി തിരഞ്ഞു നടക്കുമ്പോഴാണ് അങ്ങയെ കാണുന്നതെന്ന് പറഞ്ഞപ്പോൾ സമ്പാദിക്ക് വേറൊരു സന്തോഷമാണ് ഉണ്ടായത്. കാരണം തൻ്റെ സഹോദരൻ അപ്പോൾ അതിനിടയ്ക്ക് പറയുന്നുണ്ട്, ജടായുവിനെ കണ്ട് രാമൻ ശ്രീരാമചന്ദ്രൻ ജടായുവിനെ കണ്ട് തലോടിയിട്ട് മോക്ഷം കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ ജടായുവിൻ്റെ വിഷയം കേട്ടപ്പം തന്നെ സമ്പാദിക്ക് ഭയങ്കര സന്തോഷമായി. ഉടനെ തന്നെ സമ്പാദി കേട്ടു. അവരോട് പറഞ്ഞു, എല്ലാവരും കൂടെ ഓടിവ, എന്നെ എടുത്തിട്ട് ഈ നദിയുടെ തീരത്ത് കൊണ്ടുപോകൂ, എനിക്ക് അവന് വേണ്ട സൽക്കാര കർമ്മങ്ങളെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് എല്ലാവിധമായ തർപ്പണങ്ങളും ചെയ്ത് ജടായുവിൻ്റെ അതായത് ജടായു സഹോദരൻ പോയല്ലോ, സഹോദരന് വേണ്ടിയുള്ള എല്ലാ തർപ്പണങ്ങളും ചെയ്തതിന് ശേഷം എനിക്കെങ്ങനെ ഈ സംഭവിച്ചു എന്നുള്ള കഥ പറയുകയാണ്. അതായത് ഇവിടെ ജടായുവും സമ്പാദിയും തമ്മിൽ മത്സരിച്ച് സൂര്യനെ വിഴുങ്ങുന്നതിന് വേണ്ടി പോയി. അതായത് എത്രമാത്രം സൂര്യൻ്റെ അടുത്തേക്ക് എത്താൻ ചെല്ലുമോ അത്രയും പോകാമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ പോയപ്പോൾ ഏകദേശം സൂര്യൻ അടുത്തെത്തിയപ്പം പക്ഷങ്ങൾ കരിഞ്ഞുപോയി. അങ്ങനെ കരിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ താഴെ വീണു. അങ്ങനെ ഞാൻ ഇവിടെയുമായി ജടായു വേറെ സ്ഥലത്തും വീണുപോയി. അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ വന്ന് കിടന്ന സമയത്ത് എനിക്കിങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ള സമയത്ത് ഒരു മഹാമുനിയെ കാണുകയും മഹാമുനി പറഞ്ഞു, ഇത്ര വലിയ ശരീരമുള്ള പക്ഷി നീ എങ്ങനെയാണ് ഇവിടെ വന്നത് കിടക്കുന്നതെന്ന് വിഷയങ്ങൾ പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തോട് പറഞ്ഞു. അപ്പം പറഞ്ഞു, ത്രേതായുഗ കാലത്ത് രാമലക്ഷ്മണന്മാരുടെ ഒരു ഇതുണ്ടാകും, അവർ സീതയെ കല്യാണം കഴിഞ്ഞ ശേഷം വനത്തിൽ വരും, താതൻ്റെ ആജ്ഞ അനുസരിച്ച്. അപ്പോൾ ഈ കഥകൾ തിരിച്ച് ഇങ്ങോട്ടുകൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ സീത അന്വേഷണത്തിനായിട്ട് വാനരശ്രേഷ്ഠന്മാർ വരുമ്പോൾ സീത എവിടെ ഉണ്ടെന്നുള്ളത് പറഞ്ഞു കൊടുക്കുമ്പോൾ നിനക്ക് മോക്ഷം കിട്ടുമെന്ന് ആ മുനി പറഞ്ഞതായിട്ട് പറഞ്ഞു. അപ്പോൾ ഇത്രയും പറഞ്ഞു കഴിയുകയാണ്. സീത ത്രികൂടാചല ഉപരിയായിട്ട് ലങ്കാപുരി എന്നൊരു ഭാഗമുണ്ട്. അതിൻ്റെ മധ്യത്തെ ഒരു സമുദ്രമുണ്ട്. ആ സമുദ്രത്തിൻ്റെ അവിടെ മഹാശോകകാനനെ ജാനകി നക്തഞ്ജരി ജനമധ്യേ വസിക്കുന്നു. അവിടെ അശോകകാനനത്തിൻ്റെ അവിടെ ആ മരത്തിൻ്റെ ചുവട്ടിലെ രാക്ഷസിമാരുടെ സംരക്ഷണയിലാണ് സീതാദേവി വസിക്കുന്നത്. അപ്പം ലങ്കാപുരിയിലാണ്, ത്രികുടാചലോപരി ലങ്കാപുരിയുണ്ട് മധ്യേ, ആ ലങ്കാരാജ്യത്താണ് എന്ന് വിശദമായി സമ്പാദി വാനരന്മാരോട് പറഞ്ഞു കൊടുക്കുക.
പറഞ്ഞു കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഈ സമ്പാദിക്ക് ചിറകുകൾ വരുന്നു. അങ്ങനെ സമ്പാദി അങ്ങോട്ടൊന്ന് പറന്നു പോവുകയും ചെയ്യും. അപ്പോൾ ദുഷ്ടനെ കൊന്ന അവനെ കൊല്ലാൻ എനിക്കാവില്ലല്ലോ എന്നൊക്കെ ഒരു പറയുന്നുണ്ട്, ഈ സമ്പാദി പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനായി എന്നിട്ട് എല്ലാ വിഷയങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിരുമ്പം സമ്പാദിക്ക് വീണ്ടും ചിറകുകൾ മുളയ്ക്കുന്നു. സമ്പാദി അവിടുന്ന് വളരെ ഉന്നതിയിലേക്ക് പറന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു സമയത്ത് എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കി. അപ്പോൾ പറഞ്ഞ് 100 യോജന ദൂരമുണ്ട് ഇവിടെ നിന്ന്, ഈ മണ്ണിൽ നിന്ന് അപ്പുറത്ത് പോകുന്നതിന് 100 യോജന ദൂരമുണ്ടെന്ന് ഈ വാനരന്മാരോട് പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഇവരിങ്ങനെ പരസ്പരം എല്ലാവരും ഓരോരുത്തരുടെ രീതിയിൽ ആലോചിക്കുക, എങ്ങനെ 100 യോജന കടക്കാൻ പറ്റും, എങ്ങനെ പറ്റും എന്ന ഒത്തിരി എല്ലാവരും പരസ്പരം ഇങ്ങനെ ആലോചിച്ചിട്ട് ഓരോരുത്തർ പറയും, എനിക്കിപ്പോൾ 10 യോജന ചാടാം, എനിക്ക് 20 യോജന ചാടാം, 30, 40, 50 അങ്ങനെ ഓരോരുത്തരും പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ജാമ്പവാൻ പറയുന്നത്, ഞാൻ അങ്ങോട്ട് പോകാം, പക്ഷേ ഇങ്ങോട്ട് എനിക്ക് വരാൻ പറ്റത്തില്ല, അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ വലിയ ഒരു സംഭവം ആലോചിക്കുന്നത്. ജാമ്പവാന് വായുപുത്രനായ ഹനുമാനെ സൂചിപ്പിച്ചിട്ട് പറഞ്ഞു. ഹനുമാന്റെ വിഷയങ്ങൾ എങ്ങനെയാണ്, ഹനുമാൻ എന്ന പേരായ വിഷയങ്ങൾ അതൊക്കെ അവിടെ വിവരിക്കുകയാണ്. അതായത് ഹനുമാൻ ജനിച്ചപ്പോൾ തന്നെ സൂര്യനെ കണ്ടിട്ട് എന്തോ ഒരു പഴം അവിടെ നിൽക്കുന്നു എന്ന് കരുതി 500 യോജന മേൽപോട്ട് പോയ ആളാണ് ഹനുമാൻ. അപ്പോൾ ഹനുമാൻ്റെ അടുത്ത് ചെന്നിട്ട് ഹനുമാനോട് പറയുക, 500 യോജന മേൽപോട്ട് ചാടി അങ്ങനെ സൂര്യനെ വിഴുങ്ങിക്കഴിഞ്ഞാൽ, സൂര്യൻ ഇല്ലാതായി കഴിഞ്ഞാൽ ലോകം മുഴുവൻ നശിക്കുമെന്ന് കേട്ടോ എന്നുള്ള കാരണം കൊണ്ട് ഇന്ദ്രൻ വജ്രായുധം കൊണ്ട് എറിഞ്ഞ് താഴെ ഇട്ടു എന്നുള്ളതാണ്. ആ സമയത്ത് വജ്രത്തിൻ്റെ ഇത് ക്ഷതമേറ്റതിനാൽ പെട്ടെന്ന് വായു ഭഗവാൻ എന്ത് ചെയ്തു, വായുപുത്രനാണല്ലോ ഹനുമാൻ, വായു ഭഗവാന്റെ ഹനുമാനെ എടുത്തിട്ട് പാതാളത്തിലേക്ക് പോയി. അങ്ങനെ പോയ സമയത്ത് വായുവില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്, ഈ ലോകങ്ങളൊക്കെ നിശ്ചലമായി. അപ്പോൾ സമയത്ത് എല്ലാവിധമായ പ്രശ്നങ്ങളായ സമയത്ത് എല്ലാ ദേവന്മാരും അസുരന്മാരും എല്ലാവരും കൂടെ ചെന്നിട്ട് പാതാളത്തിൽ ചെന്നിട്ട് വായു ഭഗവാനെ ചെന്ന് കാണുകയാണ്. അപ്പോൾ വിഷയങ്ങൾ പറയുകയാണ്, തെറ്റുപറ്റിപ്പോയതാ, അതുകൊണ്ട് ഇനിയും കുഴപ്പമില്ല, എല്ലാവരും ചേർന്ന് അങ്ങ് അനുഗ്രഹിക്കുകയാണ്. അപ്പം വജ്രം എന്ന് പറഞ്ഞാൽ ഹനുവിനാണ് വജ്രത്താൽ ക്ഷതമേറ്റത് കൊണ്ട് ഹനുവിൽ നിന്ന് ആ ക്ഷതം ഏറ്റത് കൊണ്ട് ഹനുമാൻ എന്ന പേര് കൂടി കൊടുക്കുകയാണ്. എന്നിട്ട് ഹനുമാൻ എന്താണ് കൊടുക്കുന്നത്, വരം കൊടുക്കുകയാണ്, ഒരിക്കലും മരണമില്ല എന്ന വരവും കൊടുത്തിട്ട് ഹനുമാനെയാണ് പേരും വരാനുള്ള കാരണവും വരം കൂടെ കൊടുത്ത് അനുഗ്രഹിച്ച് അവർ പോവാണ് ദേവന്മാർ. അപ്പോൾ അതിനുശേഷം തിരിച്ചു വരുന്നു. അപ്പോൾ ഈ വിഷയം പറയുന്ന സമയത്ത് ഹനുമാൻ ഉടനെ തന്നെത്താനെ എഴുന്നേൽക്കുകയാണ്. ഹനുമാൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരാൾ പുറയിൽ നിന്ന് പറയുമ്പോൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ സട ഉടഞ്ഞ് എഴുന്നേൽക്കുകയാണ്. അപ്പോൾ എഴുന്നേറ്റിട്ട് ഭൂമി അങ്ങ് വലുതായി, പണ്ട് വാമനമൂർത്തി വലുതായതെന്ന് പറഞ്ഞതുപോലെ ഈ ലോകം മുഴുവനും ആകാശം മുഴുവൻ എന്ന് പറയുന്നത് പോലെ വലിയ ഭീമാകാരമായ രൂപം പൂണ്ടിട്ട് സിംഹഗർജനം പോലെ അലറിയിട്ട് അപ്പോൾ അതിനു മുമ്പ് പറയുന്നുണ്ട് ജാമ്പവം എന്ന് പറയുന്നുണ്ട്, ശ്രീരാമദേവനമ്മ രാമൻ്റെ അങ്കുലിയം നിന്റെ കയ്യിലാണ് തന്നത്, എന്തുകൊണ്ട് നിന്റെ കയ്യിൽ തന്നു, നിനക്ക് പറ്റും, നിനക്ക് സാധിക്കും എന്ന് പറഞ്ഞപ്പോഴാണ് ഹനുമാന്റെ ആ ദിവ്യരൂപം എന്ന് പറഞ്ഞാൽ ഹനുമാന്റെ ഒരു പ്രത്യേകതയാണ്, സ്വന്തമായിട്ട് രൂപം വലുപ്പമാക്കാനും അതേപോലെ ചെറുതാക്കാനുമുള്ള പ്രത്യേകത ഹനുമാനുണ്ട്. അങ്ങനെ ആവുകയും അങ്ങനെ ഹനുമാൻ പോകുന്നതിന് വേണ്ട എല്ലാവിധ തയ്യാറെടുപ്പുകളും ചെയ്യുകയാണ്. അപ്പോൾ പറഞ്ഞ് അനുഗ്രഹം കൊടുക്കുക, യുദ്ധം പറഞ്ഞ് ആശീർവചനവും ചെയ്ത് കപികുലമാശു പോകുന്ന വിധിച്ചോരന്തരം വേഗേന പോയി മഹേന്ദ്രത്തിൽ മുകളിലേറി നാഗാരിയെപ്പോലെ നിന്നു വിളങ്ങിനാൻ. അപ്പം നാഗാരി സിംഹത്തിനെ പോലെ നിന്ന് മഹേന്ദ്ര പർവ്വതത്തിൻ്റെ മുകളിൽ കയറി ഹനുമാൻ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ചാടി പോകാനുള്ള എല്ലാവിധമായ സംവിധാനങ്ങളോടുകൂടിയാണ് നിൽക്കുന്നത്. ഇവിടം വരെയാണ് നമ്മൾ ഇന്ന് വായിച്ചത്. അപ്പം എല്ലാവർക്കും ഒത്തിരി സന്തോഷം, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്തേ, ഹരി ഓം.